മണ്ഡലപൂജ പൂർത്തിയാക്കി നടയടക്കാൻ 2 ദിവസം ശേഷിക്കെ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. കഴിഞ്ഞ ദിവസം മാത്രം 1 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് എത്തിയത്. മണ്ഡലപൂജയ്ക്ക് 1 ദിവസം മാത്രം ശേഷിക്കെ ശബരിമല സന്നിധാനത്ത് അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് കാണാൻ കഴിയുന്നത്. പുലർച്ചെ നട തുറന്നത് മുതൽ ഇടതടവില്ലാത്ത ഭക്തജന പ്രവാഹം. 18-ാം പടി ചവിട്ടി അയ്യപ്പനെ കണ്ട് ദർശനം നേടി സായൂജ്യമടങ്ങാനുള്ള വലിയ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. നടപ്പന്തലിലും 18-ാം പടിക്ക് താഴെയുമടക്കം വലിയ തരത്തിൽ ഭക്തരുടെ വലിയ നീണ്ട വരി നമുക്ക് കാണാൻ കഴിയുന്നു. നാളെയാണ് തങ്കയങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തുക. ഉച്ചയോടുകൂടി പമ്പയിലെത്തുന്ന തങ്കയങ്കി ഘോഷയാത്രയെ ദേവസ്വം മന്ത്രി VN വാസവൻ സ്വീകരിക്കും. അതിനുശേഷം പമ്പയിൽ തങ്കയങ്കി ദർശനമുണ്ടാകും ഭക്തർക്ക്. തുടർന്ന് 6 മണിയോടുകൂടി സന്നിധാനത്ത് തങ്കയങ്കി ഘോഷയാത്രയെത്തും. കൊടിമര ചുവട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ദേവസ്വം ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിക്കും. തുടർന്നാണ് തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കുക. മറ്റന്നാൾ 26-ന് ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ മണ്ഡലമാസ പൂജ നടക്കും. തുടർന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി തന്നെ ഈ വർഷത്തെ മണ്ഡലമാസ പൂജകൾക്ക് സമാപനം കുറിക്കും. 26-ന് നെയ്യഭിഷേകം ഉൾപ്പെടെ ശബരിമലയിൽ നടക്കുന്നുണ്ട്. മണ്ഡലമാസ പൂജ പൂർത്തീകരിച്ച് നടയടയ്ക്കാൻ ഇനി 2 ദിവസം മാത്രം ശേഷിക്കെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം 1 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് 18-ാം പടി ചവിട്ടി ദർശനം നടത്തി സായൂജ്യമടങ്ങി മലയിറങ്ങിയത്. ഇന്നും സമാനമായ രൂപത്തിലുള്ള ഭക്തജന തിരക്ക് നമുക്ക് സന്നിധാനത്ത് കാണാൻ കഴിയുന്നു. ഇടതടവില്ലാത്ത ഭക്തജന പ്രവാഹം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇതര സംസ്ഥാനത്ത് നടക്കം കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എല്ലാവർക്കും 18-ാം പടി ചവിട്ടി അയ്യപ്പനെ കണ്ട് ദർശനം നടത്തി തങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം അയ്യപ്പന്റെ തിരുസന്നിധിയിൽ പങ്കുവെച്ച് അവർക്ക് മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. 18-ാം പടി കയറിയെത്തുന്ന ഓരോ ഭക്തനും പൂർണ്ണ സംതൃപ്തിയോടുകൂടിയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് മടങ്ങുന്നത്. എല്ലാ ഭക്തർക്കും 18-ാം പടി കയറിയെത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പുവരുത്താനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് ഇതിനകം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്.